ഇത്രയും കാലം ആന്ധ്ര ഗവൺമെന്റ് നമുക്ക് അത്ര സപ്പോർട്ടിങ് അല്ല. പക്ഷെ ഇപ്പൊ ആന്ധ്ര ഗവൺമെന്റ് പോലും ഇപ്പൊ ഇതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ആന്ധ്രയിൽ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഓരോ ജില്ലയിലും 25 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഓഫീസ് ഉള്ളത്. അത് ഈ വർഷം അവസാനത്തോടു കൂടി അതൊരു 15 കിലോമീറ്റർ ചുറ്റളവിലേക്ക് മാറ്റാൻ പോവാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അടുത്ത 2 ഔട്ട്ലെറ്റ് വരാൻ പോകുന്നു. ഒന്ന് രാമനാട്ടുകരയിലും ഒന്ന് താമരശ്ശേരിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും നമ്മളെ പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ വരാൻ പോവാം. മലപ്പുറം ജില്ലയിലാണെങ്കിൽ കൊണ്ടോട്ടിയിലും അതേപോലെ തന്നെ പെരിന്തൽമണ്ണയിലും താമസിയാതെ തന്നെ ഔട്ട്ലെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഏരിയകളിലൊക്കെ തന്നെ പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ വരാൻ പോവാം. ആ സമയത്ത് നമുക്ക് കിട്ടിയ അവസരം പരമാവധി ആളുകൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരെ ആ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻകം വരുന്ന രീതിയിലേക്ക് നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഈ ബിസിനസ് 10 വർഷം ചെയ്ത ഏത് ലീഡർ നോക്കി നിങ്ങൾ 10 വർഷം ചെയ്ത് ഇന്ന് ഈ ബിസിനസ് 10 വർഷം ചെയ്ത ബെല്ലി സാർ മാസം മേടിക്കുന്ന 10 ലക്ഷത്തിന് മുകളിലല്ലേ? ഈ ബിസിനസ് 10 വർഷം ചെയ്ത സത്യമാഷ് ഒരു മാസം മേടിക്കുന്ന ഏകദേശം 15 ലക്ഷത്തിന് മുകളിലാണ്. ഈ ബിസിനസ് ഇപ്പം 10 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സോമകുമാർ സാറ് ഒരു മാസം മേടിക്കുന്ന 25 ലക്ഷത്തോളം ഇൻകമാണ്. പ്രസാദ് സാറ് 15 ലക്ഷം രൂപ ഇൻകം മേടിക്കുന്നു. നമ്മുടെ മുബീൻ മുഹമ്മദ് സാറ് ഇപ്പൊ 13 വർഷം 12 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു മാസം 50 ലക്ഷത്തിന് മുകളിൽ ഇൻകം മേടിക്കുന്നു. നമ്മുടെ ഡയമണ്ട് അനീഷ് സാറ് 10-30 ലക്ഷത്തിന് മുകളിൽ ഇൻകം മേടിക്കുന്നു. അപ്പൊ ഇവരൊക്കെ ഒരു 10 വർഷം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് മിനിമം 10 ലക്ഷം രൂപ ഇൻകം മേടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ അവരെടുത്ത് അത്ര എഫേർട്ട് നമുക്കുണ്ടോ? ഇപ്പൊ നമ്മുടെ പാതൊക്കെ സൂപ്പർ ഹൈവേ ആയി മാറിക്കഴിഞ്ഞു. നമ്മളെ ബിസിനസ് സൂപ്പർ ഹൈവേ ആയി മാറിക്കഴിഞ്ഞു. അവർ പോയ വഴിയിലൂടെ നമ്മൾ കയറി നിന്നാൽ മാത്രം മതി. എന്നെ സംബന്ധിച്ച് ഞാൻ റെഡിമെയ്ഡിന്റെ ഹോൾസെയിൽ ബിസിനസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് തന്നെ അലർജിയായി ബന്ധപ്പെട്ട വലിയൊരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു. ആ അലർജി പ്രശ്നത്തിന് ഏറ്റവും നല്ലൊരു പരിഹാരമായിട്ട് നമ്മുടെ കവചപ്രാശ് എന്ന പ്രൊഡക്റ്റ് മാറിയ സമയത്താണ് ശരിക്കും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാനൊക്കെ തുടങ്ങിയത്. അപ്പം ബെല്ലി സാറുടെ ആത്മബന്ധവും നമ്മളുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടും കൂടി ആയ സമയത്ത് ഈ ബിസിനസിന്റെ സാധ്യത മുമ്പേ തന്നെ അറിയുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒത്തു വന്ന സമയത്ത് ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യാൻ തയ്യാറായി. ഇവിടെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ തുടക്കത്തില് അത്ര നല്ല അനുഭവങ്ങളൊന്നും ആയിരുന്നില്ല ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ബിസിനസ് തുടക്കത്തിൽ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സാധ്യത അറിയുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ നാളെ തരണം ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചപ്പോൾ ആ തരണങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ എന്നെ പരിചയമില്ലാത്തവർക്ക് ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് എന്നെ സ്റ്റാർട്ട് ചെയ്യാം. പേര് രജിത് കുമാർ എന്നാണ്. രാമനാട്ടുകരയാണ് സ്വദേശം. ഇപ്പൊ ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനമായി പ്രവർത്തിച്ചിരുന്നത് റെഡിമെയ്ഡ് ബിസിനസ് ആയിരുന്നു. സ്വന്തമായിട്ട് ബാംഗ്ലൂര് റെഡിമെയ്ഡ് യൂണിറ്റ് ഒക്കെ ഇട്ട് ഓൾ കേരള അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് വളരെ യാദൃശികമായിട്ട് കടന്നു വരുന്നത്. അതിനു മുമ്പേ ഒരുപാട് ജോലികൾ ഫിനാൻസ് മേഖലയില്, അക്കൗണ്ടിങ് മേഖലയില്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഡാറ്റയുമായി ബന്ധപ്പെട്ടുള്ള BPO വർക്കുകൾ, ഇങ്ങനെ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ മേഖലയിലൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ മനസ്സിലാക്കി സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിയിട്ടാണ് റെഡിമെയ്ഡ് ബിസിനസ്സിലേക്ക് വരുന്നത്. അതുവരെ അധ്വാനിച്ച പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബാംഗ്ലൂർ യൂണിറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് 10-22 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് റെഡിമെയ്ഡ് ബിസിനസ് ആരംഭിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി ചെറിയ രീതിയിൽ എക്സ്പോർട്ടിങ് തുടങ്ങി. അങ്ങനെയാണ് എക്സ്പോർട്ടിങ് 2017 പെരുന്നാൾ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പോർട്ടിങ് ഒക്കെ കിട്ടി. ആ എക്സ്പോർട്ടിങ് സമയത്താണ് ശരിക്കും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. ഇപ്പൊ നമ്മളൊക്കെ അറിയാം, ഈ ബിസിനസ് ഒരു ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയ ബിസിനസ്സാണ്. ദൈവത്തിന്റെ കടാക്ഷമുള്ള ഒരു ബിസിനസ്സാണ്. അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് റെഡിമെയ്ഡ് ബിസിനസ്സിൽ വലിയൊരു ബാധ്യത എനിക്ക് ദൈവം ഉണ്ടാക്കിയത് ഒരുപക്ഷെ ഈ ഒരു ബിസിനസിന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ചില സംഗതികൾ അങ്ങനെയാണ്, നമുക്ക് ചിലപ്പോ ചില നഷ്ടപ്പെട്ടതിലായിരിക്കാം ചില നേട്ടങ്ങൾ ഉണ്ടാക്കി തരാന്ന് പറയാറുണ്ട്. അങ്ങനെ 2017 റെഡിമെയ്ഡ് ബിസിനസ്സിൽ വലിയൊരു ബാധ്യത എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു 10-60 ലക്ഷം രൂപയോളം എനിക്ക് നഷ്ടപ്പെട്ടു. ആ ഒരു നഷ്ടപ്പെടലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം. കാരണം അതുവരെ ആ ബിസിനസ് അത്യാവശ്യം ഇൻകവും വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഇൻകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 1.5 ലക്ഷം രൂപ ഒരു മാസം ആ ബാങ്കിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്നോ അല്ലെങ്കിൽ മറ്റു ബിസിനസ്സിനോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2017 റെഡിമെയ്ഡ് ബിസിനസ്സിൽ ബാധ്യത വന്ന സമയത്ത് നമ്മളെ ലൈഫിൽ ഒരുപാട് താളം തെറ്റ്. കാരണം അതുവരെ ഉണ്ടാകുന്ന ജീവിതശൈലിയിൽ നിന്ന് മാറുന്നു, എക്സ്ട്രാ ഇൻകം അത്യാവശ്യമായി വരുന്നു.
അങ്ങനെയാണ് ഈ ഒരു ബിസിനസ് പാർട്ട് ടൈം ആയിട്ടെങ്കിലും ചെയ്യാം എന്ന രീതിയിൽ കടന്നു വരുന്നത്. അതിനു മുമ്പും ബെല്ലി സാർ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. 2015 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്ര ചെവി കൊണ്ടില്ല. പക്ഷെ ഒരു ബാധ്യത വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വീണ്ടും കേൾക്കാൻ തയ്യാറായി. അങ്ങനെ ഈ ബിസിനസ് ഏറ്റെടുക്കാനും തയ്യാറായി. അങ്ങനെ 2018 തുടക്കത്തിൽ ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് എറണാകുളത്ത് പോയിട്ട്, അങ്ങനെയാണ് വലിയ സാധ്യത കൊണ്ട് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് 2018 തന്നെ ഭ്രമരം എന്നൊരു പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നടന്നു. ഈ രണ്ട് പ്രോഗ്രാമുകളാണ് ഒരു പക്ഷെ എന്നെ ഈ ബിസിനസ് സീരിയസ് ആക്കാൻ കാരണക്കാരനായത്. കാരണം 2018 ഭ്രമരം എന്നൊരു പ്രോഗ്രാം കോഴിക്കോട് നടക്കുന്ന സമയത്ത് ഞാൻ എത്രയോ വർഷം 10-14 വർഷം പല മേഖലയിൽ റെഡിമെയ്ഡ് ബിസിനസ് ഉൾപ്പെടെയുള്ള പല മേഖലയും 14 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ മേഖലയിൽ ഒന്നും നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റമോ വലിയ നേട്ടങ്ങളോ വലിയ സേവിങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ബിസിനസ് 2018 ഭ്രമരം പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടെ കേൾക്കുന്നത് 2-3 വർഷം കൊണ്ടൊക്കെ ചെറിയ ചെറിയ ജോലി ചെയ്ത വ്യക്തികൾ പോലും വലിയ നേട്ടത്തിലേക്ക് മാറുന്നു. സാധാരണ വീട്ടമ്മമാരായ പല ആളുകളും നമ്മൾ ബിസിനസ്സിൽ പറയുന്ന ഹയസ്റ്റ് ഇൻകം 2,10,000 2-3 വർഷം കൊണ്ടൊക്കെ ഏൺ ചെയ്യുന്നു. 2-3 വർഷം കൊണ്ട് മുബീൻ മുഹമ്മദ് സാറെ പോലുള്ള ആളുകൾ 25-30 ലക്ഷം രൂപയൊക്കെ ഏൺ ചെയ്യുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്കും ഇതേപോലെ ചെയ്യാൻ പറ്റുള്ള ഒരു കോൺഫിഡന്റ് അവിടുന്ന് കിട്ടി. അങ്ങനെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഒരു തീരുമാനമെടുത്തു, ഈ ബിസിനസ് ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാം, ഒരു കരിയർ ആയിട്ട് ചെയ്യാം, ഒരു ഫുൾ ടൈം ആയിട്ട് ചെയ്യാം എന്ന രീതിയിൽ ഒരു തീരുമാനം എടുത്തു. അങ്ങനെയാണ് 2018 ഏകദേശം മെയ് മാസത്തോടു കൂടി ഈ ബിസിനസ് ഒരു കരിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ കരിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതോടു കൂടി ഒരുപാട് മാറ്റങ്ങളും നേട്ടങ്ങളും നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്ന മുമ്പേ തന്നെ ഒരു മേഖല വിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു മാസം 10-85,000 രൂപയിലധികം അടവുകളുണ്ട്. ഞാൻ ഈ ബിസിനസ് ഫുൾ ടൈം ചെയ്യുന്ന സമയത്ത് ചിട്ടിയിലേക്കും മറ്റുമായിട്ട് അടവുകൾ ഒരുപാട് വരുന്നുണ്ട്. ഒരു 10-85,000 രൂപ ഒരു മാസം എന്റെ ചെലവിലേക്ക്, അതായത് ചെലവില്ലാണ്ട് അടവിലേക്കും ചിട്ടിയിലേക്കും മാത്രം പോകണം. ഈ ബിസിനസ് തുടക്കത്തിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം ടി സിയും അല്ലെങ്കിൽ റൂബിയും ടി സിയും ATC ഒക്കെ റാങ്കിൽ നിൽക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും ഒരു മാസം എത്രത്തോളം ഇൻകം തുടക്കത്തിൽ കിട്ടുള്ളത്. അത്രയ്ക്ക് ഇൻകം നമുക്കും തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്തും ബെല്ലി സാറെ പോലെയുള്ള, ശൈലേഷ് സാറെ പോലെയുള്ള ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് തന്നെ ഇന്നലെ നാളെ ഇതിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു കോൺഫിഡന്റ് അന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ ഇൻകം കിട്ടുന്ന സമയത്ത് തന്നെ ഈ ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ഏറ്റെടുത്തു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് വയനാട്ടില് ഞാൻ വർക്കിന് പോകുന്നത്. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഔട്ട് സ്റ്റേഷൻ ഓപ്പറേഷൻ ആണ്. ആ സമയത്ത് അവിടെ ഔട്ട് സ്റ്റേഷൻ ഓപ്പറേഷന് പോകുന്ന സമയത്ത് റൂബി റാങ്കിലാണ് ഞാൻ. റൂബി റാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ലക്ഷം മാച്ചിങ് BVR റാങ്ക്. അവിടെ എത്തുന്ന സമയത്ത് എന്റെ കയ്യിൽ അന്നൊരു പൾസർ ബൈക്കാണ് ഉണ്ടായിരുന്നത്. കയ്യിലാകെ ഉണ്ടായിരുന്നത് ഈ പൾസർ ബൈക്കിൽ അടിക്കാനുള്ള പെട്രോൾ അടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വയനാട്ടിലേക്ക് പോകുന്നത്. അവിടെ പോകുന്ന സമയത്ത് എന്റെ കൂടെ ഉള്ള ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്ത ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ വർക്കിനാണ് പോകുന്നത്. ഞാനാണ് റൂബി റാങ്കിലും. ഇവിടുന്ന് ചുരം കയറി അവിടെ വർക്ക് കയറി പെട്രോൾ ഉള്ള പൈസക്ക് തൽക്കാലം പെട്രോൾ അടിച്ച് അവിടേക്ക് പോയി. ബാക്കി ഫുഡ് കഴിക്കാനുള്ള പൈസ ഒന്നും കയ്യിലില്ല. അവിടെ നിന്ന് സെയിൽസ് ക്ലോസ് ചെയ്താൽ അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്താൽ ആ പൈസ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് പോകുന്നത്. അവിടെ എത്തി കാര്യങ്ങളൊക്കെ ആക്കി അന്ന് മീനങ്ങാടിക്ക് അടുത്ത് ഒരു 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 ഡിസ്ട്രിബ്യൂട്ടർ ഒരു പുതിയ ഗസ്റ്റിന്റെ വീട്ടിലാണ് പോകുന്നത്. അങ്ങനെ അവിടെ മീനങ്ങാടി വീട്ടിൽ പോയി ഇവിടുന്ന് പോയി അവിടെ എത്തുമ്പോഴത്തേന് ഒരു 10-11 സമയമായിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തി വർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഉച്ച സമയമായ സമയത്ത് ആ വ്യക്തിയുടെ ഉമ്മ പറഞ്ഞു, മക്കൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. അത് കേട്ടപ്പോ ഒരു ആശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ പൈസ ഒന്നുമില്ല. ആ സമയത്ത് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് അവിടുത്തെ ഉച്ചഭക്ഷണം നമുക്ക് അവിടുന്ന് കിട്ടിയല്ലോ, ഒരു ആശ്വാസമായി. കാരണം അല്ലെങ്കിൽ തിരിച്ചു വരാൻ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവില്ല, അവിടെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ട് തുടക്കത്തിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാതെ പലപ്പോഴും വണ്ടി വൈക്കലാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ ബിസിനസ് തുടക്കത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാമായിരുന്നു ഈ ബിസിനസ്സിൽ നാളെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്ന രീതിയിൽ. അങ്ങനെ ഈ ബിസിനസ് തുടങ്ങി. അങ്ങനെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്ത് പോയ സമയത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പതുക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ടീമിലേക്കും കുറേശ്ശെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സമയത്ത് ഒരു ടീം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടീം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തുടക്കത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യത്തെ ഒരു 5,000 രൂപ
ബെല്ലി സാറിന് ഞാൻ കൊടുക്കാൻ വേണ്ടി ഏകദേശം 2 വർഷത്തോളം എടുത്തിട്ടുണ്ട്. 2015 അദ്ദേഹം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് 2017 അവസാനത്തിലാണ് ഒരു 5000 രൂപ എടുത്ത് ബെല്ലി സാറെ കയ്യിലേക്ക് കൊടുക്കുന്നത്. 2 വർഷത്തോളം അദ്ദേഹം ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഒരു 5000 രൂപ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പൊ അത് ഫോളോ അപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ബെല്ലി സാറെ പോലുള്ള ഒരു വലിയ ലീഡർ, എന്നെ പോലുള്ള ഒരു സാധാരണ ലീഡറെ 2 വർഷം ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഡയറക്ടറി ഇൻഡസ്ട്രി സിസ്റ്റം ഇങ്ങനെയാണുള്ളതുകൊണ്ട് അത് അദ്ദേഹം കൃത്യമായിട്ട് പാലിച്ച സമയത്ത് ഒരു 5000 രൂപ അദ്ദേഹത്തിന് കൊടുക്കാൻ 2 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ ഒരു ഓർഗനൈസേഷനിലൂടെ ഏകദേശം 8 കോടിയുടെ ടേൺ ഓവർ ബെല്ലി സാറിന് കൊടുക്കാൻ ഞാനൊരു കാരണക്കാരനായി. കാരണം 2 വർഷം അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യും. ഇന്നിപ്പോ എന്റെ വർക്ക് എവിടെയാണെന്നോ എന്റെ വർക്ക് എങ്ങനെയാണെന്നോ ബെല്ലി സാർ അറിയുന്ന പോലും ഇല്ല. ഇന്നൊരു 8 കോടിയോളം ടേൺ ഓവർ എന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് തുടക്കത്തിൽ ഒരു 5000 രൂപ കിട്ടാൻ ചിലപ്പോൾ പലപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പല ആളുകളും 1 2 തവണ ഫോളോ അപ്പ് ചെയ്ത സമയത്ത് ഇനി ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി അവരെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല, ഞാൻ അവരെ വിട്ട് കളയാന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എപ്പോഴും ബെല്ലി സാറ് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് അയ്യൂബ് സാറൊക്കെ എപ്പോഴും ആക്കുന്നതാണ്, മാൻ ഈസ് ഇക്വൽ ടു എൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു വ്യക്തി എന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ എപ്പോഴും പറയുന്നില്ലേ, ഒരു ആപ്പിള് നമ്മൾ മുറിക്കുന്ന സമയത്ത് എത്ര കുരുണ്ട് നമുക്ക് അതിൽ എണ്ണി നോക്കാൻ പറ്റും. പക്ഷെ ഒരു കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എത്ര ആപ്പിൾ ഉണ്ടാവും എന്ന് നമുക്ക് ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവരുടെ കഴിവ് എങ്ങനെ അറിയില്ല. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ബിസിനസ് ഇന്ന് ഏകദേശം 12,000-ഓളം വരുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു വലിയ ടീമായിട്ട് മാറി. ഈ 12,000 ആളുകളില് ഞാൻ ആകെ 10-30 ആളുകളെ നേരിട്ട് കൊണ്ടുവന്നുണ്ടാവും. ബാക്കി ഇത്രയും ആളുകൾ വന്നത് ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ ബിസിനസിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇതിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ, ഇപ്പൊ MBA പ്രൊഫഷണൽ കോഴ്സുകൾ, MBA കോഴ്സുകളും ബിടെക് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്ത ആളുകൾ പോലും പലപ്പോഴും ഇപ്പം 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും 25,000 രൂപയ്ക്കൊക്കെയാണ് ജോലി ചെയ്യുന്നത് പല സ്ഥാപനങ്ങളിലും. ആ സമയത്ത് ഈ ബിസിനസ്സിൽ വന്ന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത, ഇപ്പൊ 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഉമർ ഉസ്താദിനെ പോലുള്ള ആളുകൾ, 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ശ്രീധരൻ സാറെ പോലുള്ള ആളുകൾ, ഒരു 8ാം ക്ലാസ് മാത്രമുള്ള സോമകുമാർ സാറെ പോലുള്ള ആളുകൾ, സ്കൂളിലേ പോവാത്ത ബാബു തോമസ് പോലുള്ള ആളുകൾ ഇന്ന് ലക്ഷങ്ങളാണ് മാസങ്ങൾ മേടിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, MBA പോലുള്ള ബിടെക് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്ത ആളുകൾ മാസം 15,000 25,000 ഒക്കെ സാലറി വാങ്ങുന്നു. ഇവിടെ സ്കൂളിൽ പോലും പോകാത്ത ആളുകൾ ലക്ഷങ്ങൾ മേടിക്കുന്നുള്ള ഒരേ ഒരു വ്യത്യാസമുള്ളൂ, അവിടെയൊക്കെ അവർ ജോലി ചെയ്യുന്നത് അവരുടെ ഒറ്റയ്ക്കുള്ള കഴിവും ഒറ്റയ്ക്കുള്ള എഫേർട്ടും ആണ്. പക്ഷെ ഇന്ന് ഇവരൊക്കെ, ഞാൻ പറഞ്ഞ ഈ വ്യക്തികളൊക്കെ, അല്ലെങ്കിൽ ഇത് സക്സസ് ആയ ഓരോ ലീഡേഴ്സും വലിയ വരുമാനം എത്താനുള്ള കാരണം അവരുടെ കൂടെ ഒരു ടീം ഉണ്ട് എന്നതാണ്. അപ്പൊ ഏതൊരു ബിസിനസ്സുകാരുടെയും ബേസിക് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ടീമാണ്. ആ ഒരു ടീമുള്ള വ്യക്തിക്ക് മാത്രമേ ഈ ബിസിനസ്സിലൂടെ, അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിലൂടെയും വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു ബിസിനസ്സുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തി എന്ന് പറയുന്നത് അവരുടെ ടീമാണ്. ഈ ടീം നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുമോ? ഈ ടീം പെട്ടെന്ന് ഉണ്ടാവുകയല്ല ചെയ്യും ഒരിക്കലും. പല ആൾക്കാർ പറയുന്നുണ്ട്, സാറിന് വലിയ ടീമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ സാറിന് എത്ര ഇൻകം കിട്ടുന്നത്, സാറിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നത്, റെഗുലർ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ ലീഡേഴ്സ് ഒന്നും ടീം അവരെ കൂടെ ഉണ്ടായതല്ല, അവരൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ആർക്കും ടീം ഉണ്ടാവുകയല്ല ചെയ്യുക, നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ കുറേശ്ശെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ആ സമയത്താണ് നമ്മളെ കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീം നമ്മളെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ടീം ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ എന്റെ നേട്ടത്തിനേക്കാൾ ഉപരി ഈ നേട്ടത്തിൽ എത്താൻ കുറച്ച് കാരണക്കാരനായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നുന്നു. അപ്പൊ ഇന്ന് ഏതൊരു ബിസിനസ്സുകാരും, നമ്മുടെ നാട്ടിലെ ഏതൊരു ബിസിനസ്സുകാരനും, ഈ MA യൂസഫലിയെ പോലുള്ള ആളുകളാണെങ്കിലും ജോയി അലുക്കാസിനെ പോലുള്ള ആളുകളാണെങ്കിലും ഒക്കെ, അവരൊക്കെ ഒരു സക്സസ് ആവുന്നതിന്റെ ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊരു ബിസിനസ്സിലും, പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ സക്സസ് ആവണമെങ്കിൽ പ്രധാനമായിട്ടും ഒരു 5 ഘടകങ്ങളുണ്ട്. ഈ 5 ഘടകത്തെ കുറിച്ചാണ് ഞാനിപ്പോ പ്രധാനമായിട്ടൊന്ന് പറയുന്നത്. അതില് നമ്മളെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു മുൻജന്മ സുഹൃത്തം കൊണ്ടോ ഒക്കെ 3 കാര്യങ്ങൾ ഓൾറെഡി കമ്പനി നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി 2 കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കിയാൽ മതി. അല്ല, ആദ്യത്തെ ഒരു കാര്യം, ഒരു ബിസിനസ്സിൽ സക്സസ് ആകണമെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം ടൈമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് കൊടുക്കുന്ന സമയമാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആവുന്നതിന്റെ ആദ്യത്തെ കാര്യം. നമുക്ക് ആർക്കും തന്നെ പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ സമയം. നമ്മളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് ഒന്ന് പറഞ്ഞു നോക്കുക, ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടി എത്ര സമയം മാറ്റി വെക്കുന്നുണ്ട്. പല ആളുകളും പറഞ്ഞു കേൾക്കാം, സാറേ ഞാൻ 2 വർഷമായി, ഞാൻ 3 വർഷമായി, ഞാൻ 4 വർഷമായി, എനിക്ക് ഇതിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല.
ആ പറയുന്ന ആളുകൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നമ്മൾ എത്ര സമയം ഈ ബിസിനസ്സിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം ഒരു 8 മണിക്കൂർ ആ മേഖലയിൽ മാറ്റി വെക്കുമല്ലോ. ഒരു 10 മണി മുതൽ 5 മണി വരെ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലേ അവിടെ നമുക്കൊരു മാസം സാലറി കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് രാവിലെ 8 മണി മുതൽ ഒരു വൈകുന്നേരം 3 മണിയോ 4 മണി വരെ ജോലിക്ക് പോയാലല്ലേ അദ്ദേഹത്തിന് ഒരു ദിവസത്തെ കൂലി കിട്ടുന്നത്. അപ്പൊ ഒരു 7 8 മണിക്കൂറോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് നമുക്ക് അവിടുന്ന് കൂലിയോ അല്ലെങ്കിൽ സാലറിയോ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ മാറ്റി വെക്കുന്ന എത്ര ആളുണ്ട് ഡെയിലി? ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം ഈ ബിസിനസിന് വേണ്ടി ഡെയിലി മാറ്റി വെക്കുന്ന എത്ര ആളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈപൊക്കാൻ പറഞ്ഞാൽ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ബിസിനസിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവുക എന്നതാണ് ഇതിൽ സക്സസ് ആവാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് എപ്പോൾ സമയമാവാം, രാവിലെ ആയിരിക്കാം, വൈകുന്നേരം ആയിരിക്കാം, ഉച്ചയ്ക്കായിരിക്കാം, രാത്രി ആയിരിക്കാം. അത് നമ്മളെ ആസ്പെർട്ടമയം. ലേഡീസിനൊക്കെ സംബന്ധിച്ച് രാത്രിയിൽ ബിസിനസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആ സമയം എന്ത് ചെയ്യുക, പരമാവധി വർക്ക് രാവിലെ അത് കണക്ട് ചെയ്യാം. ഒരു 4 മണിക്കൂർ നമ്മൾ മറ്റു മേഖലയിൽ ചെയ്യുന്ന സമയത്തിന്റെ ഒരു പകുതി സമയം നമ്മൾ ഇതിനെ മാറ്റിവെക്കാൻ തയ്യാറായാൽ അവിടെ കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നേട്ടം ഇതിലുണ്ടാക്കാൻ പറ്റും. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ ബിസിനസിന് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കാനുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സമയം തന്നെയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ സമയമാണ്. അപ്പൊ ഡെയിലി ഒരു 4 മണിക്കൂർ നമ്മൾ ഈ ബിസിനസിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവുക എന്നാണ് ആദ്യത്തെ ഈ ബിസിനസ് സക്സസ് ആവാൻ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട, ഏതൊരു മേഖലയിൽ സക്സസ് ആവാൻ രണ്ടാമത് ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്കില്ല് കൂട്ടുക. ഈ സ്കില്ല് കൂട്ടുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മളെല്ലാവരും ഇതിലൂടെ വലിയ കഴിവുകൾ ഉണ്ടായിട്ട് വന്ന ആളുകളായിരിക്കില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സ്കില്ല് കൂട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, നമുക്ക് കിട്ടിയ ഒരു അവസരം മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിപ്പം കോഴിക്കോട് GTS സെന്ററിൽ പറഞ്ഞ പോലെയോ മലപ്പുറം GTS സെന്ററിൽ പറഞ്ഞ പോലെയോ ഒന്നും എല്ലാവർക്കും പറയാൻ പറ്റിയെന്ന് വരില്ല. ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റി പറയാൻ പറ്റുക, അത്രയേ ഉള്ളൂ. അത് നമ്മളെ പഴയ കഴിവുകളായിരിക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉമർ ഉസ്താദിനെ തിരൂർ വെച്ച സമയത്ത് പറഞ്ഞു, ഇപ്പൊ രജിസ്ട്രാർ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് GTS പറയാനൊന്നും പറ്റില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് ഒരു കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അത് മതി. അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾക്ക് കിട്ടിയ ഒരു അവസരം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കുക. അത് നമ്മൾക്ക് ഒരു പക്ഷേ തുടക്കത്തിൽ ആർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് കുറേശ്ശെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കഴിവുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരിക. അപ്പൊ ഇതില് രണ്ടാമത് ഒരു മേഖല സക്സസ് ആവാൻ, ഈ ബിസിനസ് അല്ല ഏത് മേഖല സക്സസ് ആവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്കില്ല് കൂട്ടുക, സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പൊ ഒരുപാട് സംസാരിക്കുക എന്നല്ല ഈ ബിസിനസ്. പല ആൾക്കാർ പറയും, സാറേ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ സാധനം കൊടുത്തൊന്നും പരിചയമില്ല. ഇതിൽ അങ്ങനെ ഒന്നും വേണ്ട. നമ്മളെ സംസാരിക്കാനുള്ള കഴിവല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സെയിൽ ക്ലോസിംഗ് എന്ന് പറയുന്നത്. നമ്മളെ മുന്നിലുള്ള ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നതാണ്. അവർക്ക് നമ്മളെ ഉൽപ്പന്നങ്ങളും നമ്മളെ കൺസെപ്റ്റും ബിസിനസ്സും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് രണ്ടാമത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് സ്കിൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരുപാട് സംസാരിക്കുക, ഒരുപാട് അറിവുണ്ടാക്കുക എന്നല്ല. നമ്മുടെ സത്യമാഷ് പറഞ്ഞ പോലെ തന്നെ ഹെയർ ഓയിലിന്റെ വേര് എന്തിനാന്ന് ചോദിച്ചാൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താ, അതൊന്നും കൂടുതലായിട്ട് പഠിക്കാൻ പോകണ്ട. നമുക്ക് ബേസിക് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ ആൾക്കാർക്ക് എന്ത് വേണം, എന്ത് സംഭവിക്കും, ഒരു പ്രൊഡക്റ്റ് എന്തിനാണ് കൊടുക്കണം, മുട്ടുവേനയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വെച്ചിന് എന്തൊക്കെ കൊടുക്കണം, തൈറോയിഡിന് ഒരു പ്രൊഡക്റ്റ് ചോദിച്ചാൽ എന്തൊക്കെ കൊടുക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായാൽ മതി. അതാണ് സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു കാര്യം സമയവും, രണ്ടാമത്തെ കാര്യം സ്കില്ലും ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ബിസിനസ് സക്സസ് ആവാൻ നമ്മൾ സ്വയം കണ്ടെത്തേണ്ട സംഗതികൾ. ബാക്കി 3 കാര്യങ്ങൾ ദൈവം സഹായിച്ച് നമുക്ക് കമ്പനി ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് മൂന്നാമത്തെ കാര്യം പറയുന്നത്, ഒരു മേഖലയിൽ ഒരു ബിസിനസ്സുകാരൻ സക്സസ് ആവാൻ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ്, ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിന്റെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ മാത്രമാണ് ആ കമ്പനിക്ക് സക്സസ് ആവാൻ സാധിക്കുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സർട്ടിഫിക്കേഷൻ ഉള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും ടോപ്പ് സർട്ടിഫിക്കേഷൻ, അതിന്റെ മുകളിൽ സർട്ടിഫിക്കേഷൻ ഇല്ല ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കൊടുത്ത ഒരാൾക്ക് പോലും ഒരു സൈഡ് എഫക്റ്റും വരാത്ത അത്രയും ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് ആളുകൾക്ക് എത്തിക്കുക എന്ന ഡ്യൂട്ടിയെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഈ പ്രൊഡക്റ്റ് എത്തിക്കണമെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ബേസിക് അറിവ് നമുക്ക് വേണ്ടേ. പല ആളുകളും പ്രൊഡക്റ്റ് കൊടുക്കാൻ പേടിക്കുന്നത് ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടികൊണ്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കുക.
നമ്മൾ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് നമുക്ക് 100 നാവായിരിക്കും. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ കൊടുത്ത കവചപ്രാശായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പ്രൊഡക്റ്റ് കവചപ്രാശ. അതുകൊണ്ട് കവചപ്രാശ വരുന്ന സമയത്ത് എനിക്ക് 100 നാവാ. അതേപോലെ നമ്മളെ പ്രൊഡക്റ്റുകൾ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇന്ന് നമ്മളെല്ലാ പ്രൊഡക്റ്റും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് പറയുന്നത് എനിക്കൊരു മടിയുമില്ല. നമ്മളെ പ്രൊഡക്റ്റ് പല ആൾക്കാരും പേസ്റ്റ് കൊടുക്കും, മുടിക്കിലും കൊടുക്കും, നോവേദന ക്യാപ്സൂൾ കൊടുക്കും, ചാമ്പിത്തരം കൊടുക്കും. പക്ഷെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് പോലും പല ആൾക്കാരും കൊടുക്കില്ല. പേടിയാ, അവർക്ക് എന്തെങ്കിലും കഴിച്ചെന്ത് സംഭവിച്ചാലോ. അപ്പൊ നമ്മൾ മനസ്സിലായ കാര്യം, നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരാൾക്കും ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം നമ്മൾ മരുന്ന് കൊടുക്കുന്ന കച്ചവടക്കാരല്ല. നമ്മൾ കൊടുക്കുന്നതൊക്കെ വെൽനസ് ഉൽപ്പന്നങ്ങളാ, ആൾക്ക് ആവശ്യമുള്ള ഫുഡ് സപ്ലിമെന്ററികളാ. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രൊഡക്റ്റ് 100% വിശ്വാസത്തോട് കൊടുക്കാൻ പറ്റും. അപ്പോ നമ്മളെ സംബന്ധിച്ച് ആ പ്രൊഡക്റ്റ്, നല്ലൊരു പ്രൊഡക്റ്റ് കമ്പനി നമുക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി പ്രൊഡക്റ്റ് അതേ പ്രാധാന്യമാണ്. നാലാമത്തെ കാര്യം സർവീസ്. ഇവിടെയാണ് പല ആൾക്കാർക്കും പാളിച്ച പറ്റുന്നത്. ഒരു ബിസിനസ്സിൽ സക്സസ് ആവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നാലാമത്തെ ഘടകമാണ് സർവീസ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ പ്രൊഡക്റ്റ് കൊണ്ട് മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കലല്ല, ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയോ എന്നൊരു കോൾ നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ അംസാക്ക് ഞാൻ കാണുന്നു. അംസാക്കിനെ സംബന്ധിച്ച് ഇപ്പൊ അംസാക്ക് ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു, എനിക്ക് പ്രൊഡക്റ്റ് തന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അംസാക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ഇന്നാണ് എനിക്ക് തന്നതെങ്കിൽ നാളെ തന്നെ എന്നെ ഒന്ന് വിളിച്ചു നോക്കാം. രജിസ്റ്റർ, ഞാൻ ഇന്നലെ തന്ന പ്രൊഡക്റ്റ് കഴിക്കാൻ തുടങ്ങിയോ. അപ്പോ പലപ്പോഴും ഞാൻ ചിലപ്പോൾ അത് മറന്നുപോയിട്ടുണ്ടാവും. കാരണം എനിക്ക് വേറെ കുറെ ഇതിനിടയ്ക്കായിരിക്കും പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവും. അപ്പൊ ഞാനത് തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോ വിളിക്കുന്ന സമയത്ത് ശരിയാണല്ലോ, എനിക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കണമല്ലോ. അങ്ങനെ ഉപയോഗിച്ചു ഒന്ന് വിളിച്ചു നോക്കുക, തുടങ്ങിയൊന്ന് വിളിച്ചു നോക്കുക. പലപ്പോഴും ഒരു മാസത്തേക്കുള്ള പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ക്യാപ്സൂൾ കൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും 45 ദിവസം കൊണ്ട് 2 മാസം കൊണ്ടൊക്കെ കഴിച്ചു തീർക്കുന്നത്. പല ആൾക്കാരും മറന്നു പോവുകയാണ്. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് പിറ്റേ ദിവസം തന്നെ വിളിച്ചു നോക്കുക, ഉപയോഗിച്ച് തുടങ്ങിയോ. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, നമ്മൾ പല ആൾക്കാർക്കും ഇപ്പം പ്രൊഡക്റ്റ് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, കൂടെ തന്നെ ആരെങ്കിലും ഒരാള് നമ്മളെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ പേഴ്സണലായിട്ട് നേരിട്ട് കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പേ ഞാൻ നേരിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു. ആ പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് അവരെ മകൾക്ക് മുഖത്ത് ഒരുപാട് പിമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞു, മോക്കുരു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മോക്കുരു, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ബിസിനസ് തുടക്കത്തിൽ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു മോക്കുരുവിനെ ബ്ലഡ് പ്യൂരിഫയർ. ബെല്ലി സാറ് എനിക്ക് തന്നൊരു പ്രൊഡക്റ്റ്. എന്റെ മുഖത്ത് ഒരുപാട് കുരുക്കൾ ഉണ്ടാവുമായിരുന്നു. എന്റെ മുഖത്ത് മൂക്കിലൊക്കെ വലിയ കുരു വരും, മൂക്കില് നെറ്റിയിലൊക്കെ വലിയ കുരു വരും. അപ്പൊ എന്നെ തുടക്കത്തിൽ കളിയാക്കി ഹെഡ്ലൈറ്റ് എന്നൊക്കെ വിളിക്കാം, ഹെഡ്ലൈറ്റ് പോലെ ഇങ്ങനെ കുരു വരും. അപ്പൊ ആ സമയത്ത് ബെല്ലി സാർ എനിക്ക് തന്നൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ബ്ലഡ് പ്യൂരിഫയർ. ഈ ബ്ലഡ് പ്യൂരിഫയർ ഞാൻ കഴിച്ച സമയത്ത് എന്നെ സംബന്ധിച്ച് എന്റെ മുഖക്കുരു അധികമായി. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പേടിയായി. കാരണം ഇത് മുഖം നമ്മളെപ്പോഴും എല്ലാവരും മുന്നിൽ പോകേണ്ട ആൾക്കാർ, അപ്പൊ മുഖത്ത് കുരുക്കൾ അതേ സമയത്ത് പേടിയായി. അപ്പൊ ഞാൻ ബെല്ലി സാറ് വിളിച്ചു, സാറേ ഇത് മുഖക്കുരു അധികമാവുന്നുണ്ടല്ലോ. അപ്പൊ ബെല്ലി സാർ പറഞ്ഞു, അത് അങ്ങനെ തന്നെയാണോ, 2 മാസമൊക്കെ ചിലപ്പം ഉള്ളിലുള്ള, എന്നോട് വെച്ച് രക്തം ദാനം ചെയ്തിട്ടുണ്ടോ, ഞാൻ രക്തം ദാനം ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഉള്ളിലുള്ള ഈ അശുദ്ധ രക്തങ്ങളൊക്കെ പുറന്തള്ളുകൊണ്ട് വരുന്നതാണ്, പേടിക്കേണ്ട പറഞ്ഞു. അങ്ങനെ ഒരു 3 മാസം 4 മാസം ഉപയോഗിച്ച സമയത്ത് എന്റെ മൂക്കുരു ക്ലിയർ ആയി. ഇപ്പൊ അങ്ങനെ മൂക്കുരൊന്നും അങ്ങനെ വരാറില്ല. അപ്പോ അതേപോലെ ഈ അനുഭവം എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ലേഡീന്റെ മകളോട് പറഞ്ഞു, ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോ ഒന്ന് അധികമാവും, പേടിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് കണ്ടിന്യൂസ് ചെയ്തോണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു. സ്വാഭാവികമായിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച ഞാൻ വിളിച്ചു ചോദിച്ചു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവർ തന്നെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് കൂടെ ഞാൻ നീം സോപ്പ്, നമ്മളെ ഫെയർനെസ് ക്രീം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ 2 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇപ്പൊ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവരാ മോള് ഇപ്പൊ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി. അപ്പൊ എന്നോട് പറഞ്ഞു അവരുടെ മുഖത്ത് കുരുക്കൾ അധികം ആവുന്നുണ്ട്, അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സ്വാഭാവികം, ഞാൻ പറഞ്ഞതല്ലേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഒന്ന് മുഖക്കുരു അധികമാവും, പേടിക്കണ്ട, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോണ്ടേ ഉള്ളേ. അല്ല, മകള് കോളേജിൽ പോകുന്നതാണ്, അവൾക്ക് ഇനി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ പോയി സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ഇനിയിപ്പം ബ്ലഡ് പ്യൂർ അവർ ഉപയോഗിക്കുന്നില്ല, എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റ് ഞാൻ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രൊഡക്റ്റ് എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 ബോട്ടിലെ ബ്ലഡ് പ്യൂരിഫയറാണ് കൊടുത്തത്. ഞാൻ കൊടുക്കുകയാണെങ്കിൽ 1 മാസത്തേക്കുള്ള കോഴ്സ് ആയിട്ടാണ് കൊടുക്കുക. അങ്ങനെ 3 ബോട്ടിൽ കൊടുത്ത് തിരിച്ചു വാങ്ങാൻ വേണ്ടി തന്നപ്പോ സമയത്ത് 2 ബോട്ടിലല്ലേ ഉണ്ടാവുള്ളൂ, ഒരു ബോട്ടിൽ ഒരു പൊട്ടിച്ചുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു 2 ബോട്ടിൽ മതി പറഞ്ഞു. അപ്പൊ അവർ 3 ബോട്ടിൽ എനിക്ക് കൊണ്ടു തന്നു. അപ്പൊ 3 ബോട്ടിലും നോക്കിയ സമയത്ത് 3 ബോട്ടിലും പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ആ പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കാതെയാണ് എന്നോട് പറഞ്ഞത് മോക്കൂര് അധികമായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ക്ലിയർ ആയിട്ട് സംസാരിച്ചുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവം ഉണ്ടായത്. അവർ പൊട്ടിക്കാതെയാണ് പറഞ്ഞുള്ളത്. ഇല്ലെങ്കിൽ അവർ പറയാൻ എന്താ, നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇത് അധികമായി എന്ന് പറയും.
അപ്പൊ ഇതേപോലെ നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്ത് ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് പറയുന്ന സമയത്ത്, എന്തെങ്കിലും പറഞ്ഞ സമയത്ത് നേരിട്ട് അവർ പോയി കണ്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് അവർ ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ടായിരിക്കും പറയാ മുട്ടുവേദന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വേദന അധികമായി, വെൽഹാർഡ് ഉപയോഗിച്ചിട്ട് കിടപ്പ് കൂടി, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് പോലും ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടൊരു കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി കംപ്ലൈന്റ് വരുന്ന സമയത്ത് നമ്മളെ ഒരു അപ്ലൈ ലീഡറെ കൂട്ടി അവരെ വീട്ടിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തൊരു നോവേദന ക്യാപ്സൂൾ കഴിച്ചപ്പോൾ ഒന്ന് വേദന അധികമായി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവളെ വീട്ടിൽ അവിടെ പോയി നേരിട്ട് പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് പക്ഷെ ഷുഗറുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്ന് വേദന അധികമാവും, പേടിക്കേണ്ട പറഞ്ഞപ്പോൾ അവർ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ അത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് പോയിട്ടില്ലെങ്കിൽ പിന്നെ അവർ ഉപയോഗിക്കില്ല, അവർ മാക്സിമം നെഗറ്റീവ് പറയും പ്രൊഡക്റ്റിനെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളൊരു മികച്ച സർവീസ് കൊടുക്കാനുള്ളത്. അഞ്ചാമത് ഒരു മേഖലയിൽ സക്സസ് ആവാൻ വേണ്ട മറ്റൊരു കാര്യമാണ് ഒരു കൺസെപ്റ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കുകയാണത്. നല്ലൊരു കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ വെല്ലി സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നല്ലൊരു വിത്ത് നമ്മളെ കയ്യിലുണ്ട്. ആ വിത്ത് നമുക്ക് നല്ലൊരു എന്താ പറയുക, വിത്ത് വളരാനുള്ള നല്ലൊരു ഇടമില്ലെങ്കിൽ ആ നല്ലൊരു വിത്താണെങ്കിലും കാര്യമില്ല. അതേപോലെ നമുക്ക് ഒരു മേഖലയിൽ സക്സസ് ആവണമെങ്കിൽ നല്ലൊരു കൺസെപ്റ്റും കൂടി വേണം. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ഗ്രോത്ത് കാണിക്കുന്ന, ലോകത്തിലെ ഏറ്റവും മികച്ച 5 ഇൻഡസ്ട്രികൾ ഒന്നാണ് ഡയറക്ട് സെല്ലിംഗ് മേഖല. ആ മേഖലയിലേക്ക്, ആ കൺസെപ്റ്റിലേക്കാണ് നമ്മളൊക്കെ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നിരിക്കുന്നത്. അപ്പൊ ആ കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മളുടേതായിട്ടുള്ള പ്രത്യേകിട്ടുള്ള തിയറികളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട. ഇതിൽ സക്സസ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് ചിട്ടയോട് കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലയിൽ സക്സസ് ആവാൻ പറ്റും. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഘടകം ഒരു ഗോൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇന്ന് പല ആളുകളും ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് മൈലേഷ്യയിലൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിട്ടുപോകാൻ ഈസിയാ, ചെയ്യാതിരിക്കാൻ ഈസിയാ. കാരണം ചെയ്യാതിരിക്കാൻ എന്താ, ഞാൻ ചെയ്യുന്നില്ല ഒറ്റ കാര്യം പറഞ്ഞു, ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് മാറ്റം നമ്മൾ വരുത്തണം. അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇന്ന് പല ആളുകളും ഈ മേഖലയിൽ വിട്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം കൃത്യമായ ഒരു ഗോള് അവർക്കില്ലാത്ത, ഒരു ലക്ഷ്യം, ഒരു ഫോക്കസ് ഇല്ലാത്തതാണ്. ഒരു കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചൊരു വ്യക്തി ഈ ബിസിനസ് വിട്ടുപോവില്ല. കാരണം അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്, ആ മേഖല എത്തണം. അപ്പൊ നമ്മളെ ബിസിനസിന്റെ ഏറ്റവും ആത്യന്തികമായ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ വീക്കിലി ഇൻകം തന്നെയാണ്. ഒരുപാട് മോട്ടിവേഷൻ ട്രെയിനിങ് കേട്ടുകൊണ്ടോ ഒരുപാട് പ്രോഗ്രാം അറ്റൻഡ് കൊണ്ടോ ഈ ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ നിൽക്കണമെന്നൊന്നുമില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം, ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് ആ ബേസിക് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വീക്കിലി ഇൻകം തന്നെ ആയിരിക്കണം. വീക്കിലി വലിയ ഇൻകം 2,10,000 നിങ്ങൾ നാളെ തന്നെ, അടുത്ത മാസം തന്നെ, അടുത്ത വർഷം തന്നെ വാങ്ങണം എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഇൻകം, ഓരോ റാങ്കിലും നമുക്ക് ലഭിക്കേണ്ട ഒരു ബേസിക് ഇൻകം ഉണ്ട്. അതിന് നിങ്ങൾ നിർബന്ധമായിട്ടും മേടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക. അതിന് മേലെ നിങ്ങൾ എത്ര മേടിച്ചോ, ഇപ്പൊ ഒരു ടി സിന്റെ താഴെയുള്ള ആളുകൾ, ടി സിക്ക് താഴെയുള്ള ആളുകൾ ഒരു മിനിമം ഇൻകം, ഒരു 500 രൂപ. ഇപ്പൊ എത്ര ആൾക്കാർ, ഒരു സ്റ്റാർ റാങ്ക് ഉള്ള ആള് എല്ലാ ആഴ്ചയും 500 രൂപ മേടിക്കുന്ന എത്ര ആളുണ്ട്? അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ വീക്കിലി ഒരു 500 രൂപ എല്ലാ ആഴ്ചയും മേടിക്കുന്നത് ഉറപ്പുവരുത്തുക. 500 മേടിച്ചു കഴിഞ്ഞാൽ 1000 ആക്കി മാറ്റിയ ടാർഗറ്റ്. ഒരു റൂബി ലീഡർ പറയാം, ഞാൻ എല്ലാ ആഴ്ച ഒരു 1000 രൂപ ഇൻകം കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ബേസിക് ആയുള്ള ഇൻകം നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ഒരു ടി സി ലീഡർ ആണെങ്കിൽ ഒരാഴ്ച ഏറ്റവും മിനിമം ഒരു 1000 രൂപയെങ്കിലും എല്ലാ ആഴ്ചയും മേടിക്കുന്ന ഉറപ്പുവരുത്തുക. ഒരു ടി സി ഒരു മാസം 4000 രൂപ ഇൻകം മേടിച്ചില്ലെങ്കിൽ ആ ടി സി, നമ്മൾ ടി സി ആണ് പറയുന്നത്, എന്താണ് അർത്ഥമുള്ളത്? അപ്പൊ ഒരാഴ്ച ഒരു 1000 രൂപ ഇൻകം ഒരു ടി സി ലീഡർ റെഗുലർ ആയിട്ട് ഒരാഴ്ച പോലും കട്ടാവാതെ, ഒരാഴ്ച പോലും മുടങ്ങാതെ മേടിക്കാനുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആഴ്ച ലക്ഷ്യം. ഒരു എ ടി സി ആണെങ്കിൽ ഒരു 1500 രൂപ, ഒരു ഡി ടി സി ആണെങ്കിൽ ഒരു 2000 രൂപ മിനിമം. അതിന് മേലെ നിങ്ങൾ എത്ര മേടിച്ചോ, പക്ഷെ 2000 രൂപ ഒരു മിനിമം ഒരാഴ്ച മേടിക്കാം. ഒരു സെഡ് ഡി സി 2500 രൂപയും ഒരു എസ് ടി സി ഒരു 3000 രൂപയെങ്കിലും മിനിമം വീക്ക്ലി ഇൻകം നമ്മൾ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് റെഗുലർ ആക്കി കഴിഞ്ഞാൽ ബാക്കി വലിയ ഇൻകത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. അതിനെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ടു ഡു ലിസ്റ്റ് എന്ന് പറയും. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യാം. പല ആളുകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നാളെ ചെയ്യാം എന്ന് മാറ്റി വെക്കുന്നുണ്ടാവും. അപ്പം ടു ഡു ലിസ്റ്റ്, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ നാളെ ഒരു വർക്ക് ഉണ്ട്, ആ നാളെ വർക്ക് ചെയ്യേണ്ടത്, ഞാൻ നാളെ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇന്ന് രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നാളെ എവിടെ പോകണം, ഞാൻ നാളെ ആരുടെ കൂടെയാണ് വർക്ക് എടുക്കേണ്ടത്, ഞാൻ നാളെ ഏത് ഫോളോ അപ്പിനാണ് പോവേണ്ടത്, ഞാൻ നാളെ ഏത് ഹോം മീറ്റിംഗ് ആണ് എടുക്കേണ്ടത്, ഞാൻ നാളെ ആർക്കൊക്കെ പുതിയ വർക്ക് കൊടുക്കണം,
ഞാൻ നാളെ ആർക്കൊക്കെ പ്രൊഡക്റ്റ് കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു ചാർട്ട് നമ്മൾ എന്ത് ചെയ്യാം, നാളത്തെ വർക്കിന്റെ ചാർട്ട് ഇന്ന് തന്നെ തയ്യാറാക്കുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കി പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വർക്ക് ഉണ്ടായിരിക്കും. ഇന്ന് പല ആൾക്കാർക്കുള്ള പ്രശ്നം എന്താ അറിയോ, സാറേ എനിക്ക് വർക്കില്ല, എന്നെ ആരും വർക്കിനെ വിളിച്ചില്ല, അതുകൊണ്ട് എനിക്ക് വർക്കില്ല. ആരും നമുക്ക് ഇങ്ങോട്ട് വർക്ക് കൊണ്ടുവരുന്നില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് നമ്മുടെ ടീമിനോട് പോയിട്ട് ഇന്ന് ആരൊക്കെ വർക്കുകളാണുള്ളത്, ടീമിന്റെ വർക്കുകളൊക്കെ ചാർട്ട് ചെയ്ത് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വർക്ക് ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് വർക്ക് വരട്ടെ, ടീം എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നാളത്തെ വർക്ക് നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് വർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഡിസിപ്ലിൻ ഉള്ള ടീം, ഡിസിപ്ലിൻ ടീമിന് എന്താ പ്രധാനപ്പെട്ട പ്രത്യേകത, എന്നും വർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു ടീമിനെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലെ അസറ്റാണ് നമ്മൾ, അസറ്റാണ് നമ്മുടെ ടീം. ആ ഒരു ടീം ഒരു ഡിസിപ്ലിൻ ഉള്ള ടീമായി കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ആയിട്ട് വർക്ക് ഉണ്ടായിരിക്കും. ആ റെഗുലർ വർക്ക് നമ്മളെ റെഗുലർ ഇൻകത്തിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു ഡെയിലി ചലഞ്ച് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വർക്ക് ഏറ്റെടുക്കുക. ഡെയിലി ചലഞ്ച്, ഡെയിലി ഞാൻ ഒരാൾക്കെങ്കിലും പ്രോഗ്രാം കൊടുക്കും. ഇതായിരിക്കും നമ്മൾ ആദ്യത്തെ മോട്ടീവ്. ഡെയിലി ഞാൻ ഒരാൾക്കെങ്കിലും പ്രോഗ്രാം കൊടുക്കും. ഡെയിലി ഞാൻ ഒരാൾക്കെങ്കിലും ഒരു പ്രൊഡക്റ്റെങ്കിലും കൊടുക്കും. ഡെയിലി റീറ്റെയിൽ, ഡെയിലി വർക്ക് ചലഞ്ച് ചെയ്യാൻ ഒരു ചാർട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കെ. ഞാൻ ഒരാൾക്കെങ്കിലും ഡെയിലി പ്രോഗ്രാം കൊടുക്കും. നമ്മളെ വർക്കായിരിക്കാം, ടീമിന്റെ വർക്കായിരിക്കാം. ഒരാൾക്കെങ്കിലും, ഒരു പുതിയ വ്യക്തി, ഒരു ടീസിന്റെ താഴെയുള്ള ഒരാൾ പറയാണ്, ഞാൻ ഡെയിലി ഒരാൾക്ക് പ്രോഗ്രാം കൊടുക്കും. ഞാൻ ഡെയിലി ഒരാൾക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അറ്റ്ലീസ്റ്റ് ഒരു പേസ്റ്റ് എങ്കിലും ഒരാൾക്കെങ്കിലും നമുക്ക് കൊടുക്കാം ഡെയിലി. കാരണം ഇതിലെ ഏറ്റവും തുടക്കത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എങ്കിൽ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റാ. റീറ്റെയിൽ പ്രോഫിറ്റ് അണ്ണാൻ മൂത്താലും മരക്കയറ്റം മറക്കരുത് എന്ന് പറയില്ലേ. ഓരോ റാങ്കും നമുക്ക് റീറ്റെയിലിന് തടസ്സമല്ല. ഏത് വലിയ റാങ്ക് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം ഡെയിലി നമ്മൾ റീറ്റെയിൽ ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, നമ്മളെ ബിസിനസ് നമുക്കറിയാം, പല ആൾക്കാരും ബിസിനസിന്റെ സാധ്യത അറിയാതെ മാറി നിൽക്കുന്ന, ഇനാക്റ്റീവായി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ചെയ്യാത്ത ആളുകളല്ല, ചെയ്ത് നിർത്തിയ ആളുകളാണ് ചെയ്യാത്ത ആളുകളെക്കാൾ വലിയ നെഗറ്റീവ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ടീമിൽ ഇനാക്റ്റീവിന്റെ എണ്ണം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്ത് നിർത്തുന്ന ആളുടെ എണ്ണം കുറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ മിസ്റ്റേക്ക് കൊണ്ട്, അല്ല എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അവരെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡെയിലി നമുക്ക് ഇനാക്റ്റീവ് ആയി നിൽക്കുന്ന ആളുകളെ വിസിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘടകം. നാലാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത്, ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, നമ്മൾ ആരും തന്നെ ബിസിനസ് പറയാം, ഞാൻ ഈ ബിസിനസ് വരുന്ന സമയത്ത് ആയുർവേദമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. എന്റെ മക്കളെ പോലും ഞാൻ ആയുർവേദത്തിന്റെ പ്രൊഡക്റ്റ് കാണിക്കില്ല. പക്ഷെ ഇതിൽ വന്ന ശേഷം ആയുർവേദത്തെ കുറിച്ച് പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ. അതേപോലെ എന്ത് ചെയ്യാം, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. നമ്മളെ ബിസിനസ് പ്ലാൻ പറയാൻ വേണ്ടിയിട്ട്. പ്ലാൻ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ആധികാരികമായിട്ട് ലാപ്ടോപ്പ് വെച്ചിട്ടോ LED വാൾ വെച്ചിട്ടോ കാണുന്നൊന്നുമില്ല. ബേസിക് ഞാൻ തുടങ്ങി പറഞ്ഞ പോലെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അത് എങ്ങനെ വേണമെങ്കിലും, ഇപ്പൊ ഞാൻ ഇപ്പോഴും എന്റെ വണ്ടിയിൽ പോകുന്ന സമയത്ത്, ഇപ്പൊ ഞാനൊരു GTS എടുക്കുന്ന ദിവസമാണെങ്കിൽ രാവിലെ മുതൽ ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനേക്കാൾ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഇന്ന് പല ആളുകൾക്കും ചെയ്യാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളെ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പാണ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള നമ്മുടെ സൈറ്റ് ആണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പല ആൾക്കാർക്കും മടിയാണ്. ഇപ്പോഴും സ്വന്തം ID നമ്പർ അറിയാത്ത TC അബോ ലീഡേഴ്സ് പോലും ഉണ്ട്. ഒരു TC അബോ ലീഡേഴ്സിന് സ്വന്തം ID നമ്പർ അറിയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഷോപ്പ് തുറക്കുന്നില്ല എന്നാണ്. ഞാൻ വലിയൊരു സൂപ്പർ മാർക്കറ്റ് രാമനാട്ടിലെ തുടങ്ങി. ആ സൂപ്പർ മാർക്കറ്റ് ഞാൻ എല്ലാ ദിവസവും അടച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ ആള് കയറും. അപ്പൊ നമ്മുടെ ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യണം. അപ്പൊ ഷോപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ID നമ്പർ പാസ്വേഡ് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഇന്ന് പല ലീഡേഴ്സിനും ID നമ്പറും പാസ്വേഡ് പോലും അറിയില്ല. അപ്പൊ നമ്മൾ ഷോപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും? അപ്പൊ ഡെയിലി നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഡാഷ്ബോർഡ് നോക്കിയിട്ട് നമ്മളെ ബ്രാഞ്ച് ഒന്നിലും ബ്രാഞ്ച് ഉണ്ട്, എത്ര സെയിൽസ് കയറിയിട്ടുണ്ട്, ഇത് നമ്മൾ വാച്ച് ചെയ്യണം. സെയിൽസ് ഒന്നും കയറിയില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കാം, ഇന്ന് എന്തുകൊണ്ട് എനിക്ക് സെയിൽസ് കയറിയില്ല, ഇന്നിപ്പോ എനിക്ക് എത്ര സെയിൽസ് കയറി, ഇത് എവിടെ നിന്നൊക്കെയാ സെയിൽസ് കയറിയത്, ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്യാം. ഇപ്പൊ ഒരു ITs, ഇപ്പൊ ബിജു സാറിനോ ശൈലജ് സാറിനോ ബെല്ലി സാറിനോ ഇപ്പൊ ഇത് എവിടുന്ന സെയിൽസ് കയറി നോക്കാനൊന്നും പറ്റില്ല. പക്ഷേ തുടക്കത്തിലുള്ള നമ്മളെപ്പോലുള്ള ലീഡേഴ്സിനെ ഒരു സെയിൽസ് അധികം, ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സെയിൽസ് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് എവിടുന്ന കയറിയത്, നമ്മൾ വിചാരിച്ചത്ര സെയിൽസ് കയറിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് സെയിൽസ് കയറിയില്ല, ഇത് നമ്മൾ എന്നും ഇവാലുവേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് ഡെയിലി നമ്മളെ ഷോപ്പ് തുറക്കുക. അതിനേക്കാളൊക്കെ പ്രാധാന്യം ഡെയിലി വർക്ക് ചെയ്യുന്നതിൽ നമ്മൾ ഡെയിലി ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതായത് ഡെയിലി ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക.
ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ ബിസിനസ്സിലൂടെ വലിയ ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റും. ഇതിൽ സക്സസ് ആയ ആളുകൾ ചെയ്ത കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിൽ നമുക്ക് എന്താ ചെയ്യാം, ആഗ്രഹങ്ങളുള്ള ആളുകളായിട്ട് മാറാം. നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രസിഡന്റ് ആയിട്ടുള്ള APJ സാർ എപ്പോഴും പറയുന്ന കാര്യമാണ് സ്വപ്നങ്ങൾ ഇല്ലാത്തതാണ് പല ആൾക്കാർക്കും ജീവിതത്തിൽ സക്സസ് ആവാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം. വലിയ സ്വപ്നങ്ങൾ കാണാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ബിസിനസ് വരുന്ന സമയത്ത് വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ വന്ന സമയത്ത് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കൂടി വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവർത്തനം കാഴ്ചവെച്ച് തുടങ്ങിയ സമയത്ത് ഈ ബിസിനസ്സിൽ ഞാൻ തുടക്കത്തിൽ വന്ന സമയത്ത് ബെല്ലി സാറോട് എന്റെ മലബാർ ഗോൾഡിന്റെ അടുത്ത് എന്റെ ഒരു ഓഫീസ് ഉണ്ട്, എന്റെ റെഡിമെയ്ഡ് ബിസിനസിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പോഴും പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ബെല്ലി സാറെ 2.10 എനിക്ക് വേണ്ട. കാരണം 2,10,000 കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടല്ല, 28 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് റെഡിമെയ്ഡ് ബിസിനസ് തുടങ്ങിയത്. എല്ലാ മാസവും മിനിമം ഒരു 10 ലക്ഷമെങ്കിലും റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലാണ് ഒരു മാസം എനിക്ക് 1 ലക്ഷം 1.5 ലക്ഷം എന്ന വരുമാനം കിട്ടുന്നത്. ആ സമയത്താണ് ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ആഴ്ചക്ക് 2,10,000, അപ്പൊ ഒരു മാസം 8,40, അങ്ങനെ 3 ഐഡിയിലൂടെ 25,20,000 രൂപ വരെ കിട്ടും എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് ആ പൈസ എനിക്ക് വേണ്ടാന്നാ. കാരണം അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാ. വലിയ സാർ പറഞ്ഞ എത്രയാണോ നീ ആഗ്രഹിച്ചത് അത് വാങ്ങിച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞൊരു 15,000 മതി, കാരണം എനിക്ക് ഓൾറെഡി ഇപ്പൊ വലിയ ബാധ്യത ഉണ്ട്. അപ്പൊ അതിന്റെ ചിട്ടിയിലേക്കുള്ള ഒരു പൈസ അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര മതി. അങ്ങനെ ഒക്കെ 15,000 വേണ്ടി ആദ്യം വർക്ക് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ആ 15,000 വേണ്ടി വർക്ക് ചെയ്ത സമയത്ത് കുറേശ്ശെ ടീമുകൾ വരാൻ തുടങ്ങി. തുടക്കത്തിലൊന്നും ഒരു TC റാങ്ക് വരെയൊന്നും വലിയ ടീമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ പർച്ചേസ് ചെയ്ത് ഞാൻ തന്നെ BV കയറ്റി അങ്ങനെ ഉണ്ടായ ടീമാണ്. പക്ഷെ ഒരു TC ആയ ശേഷമാണ് ഒരു ടീമൊക്കെ വരാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് ടീമൊക്കെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് മുമ്പേ തന്നെ ഈ ബിസിനസ്സിലൂടെ ഹയസ്റ്റ് ഇൻകം 2,10,000 എന്ന എമൗണ്ട് എന്റെ അക്കൗണ്ടിലേക്കും ഡിയർ ഫ്രണ്ട്സ് കമ്പനി തന്നു. അപ്പൊ ഇത് തരാൻ കാരണം ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ടീമിലൂടെ എന്റെ ടീമിൽ ഒരുപാട് ടീമായിട്ട് വന്നു. ആ ടീമുകൾ അവരുടെ വീട്ടിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ അക്കൗണ്ടിലേക്കും ഈ എമൗണ്ട് വന്നതാണ്. അപ്പൊ ഇതൊക്കെ വരാൻ കാരണം എന്താ, ഒരു സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയേണ്ട. അപ്പൊ എനിക്ക് വെറും 15,000 മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചതെങ്കിൽ ആ 15,000 കിട്ടുള്ളായിരുന്നു. പക്ഷെ 15,000 ആഗ്രഹിച്ച് വന്നെങ്കിലും പിന്നീട് ഇതിലൂടെ ഹയസ്റ്റ് ഇൻകം മേടിക്കണം എന്ന ചിന്തയിലേക്ക് എത്തിച്ച് ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം ഒരു മാസം ഒരു 2 ലക്ഷം രൂപ ആവറേജ് മന്ത്ലി ഇൻകം മേടിക്കാനുള്ളതാണ്. ഇപ്പൊ 2.10 ആഴ്ച കിട്ടുന്നതുകൊണ്ട് എല്ലാ ആഴ്ച 2.10 കിട്ടുന്നില്ലല്ലോ, അതൊരു ആഴ്ച കിട്ടിയ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇതിലൊരു റെഗുലർ ഇൻകം ഇപ്പം ഒരു മാസം ഒരു 2 ലക്ഷം രൂപയിലേക്ക് റെഗുലർ എത്തിക്കാനുള്ളതാണ് എന്റെ ഒരു ടാർഗറ്റ്. അതിനുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പൊ ഒരു ടീമിനെ, നമ്മളെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അസറ്റ് ടീമാണെങ്കിൽ ആ ടീമിനെ നമ്മളെ കൂടെ നിലനിർത്തുക എന്നതാണ്. ടീമിനെ നല്ലൊരു സ്നേഹത്തോടു കൂടി ടീമിനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടീമിന് വേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തു കൊടുത്ത് ടീമായിട്ട് അനാവശ്യമായിട്ട് ഉടക്കുകൾ ഉണ്ടാക്കാതെ ടീമിനോട് ഈഗോ കാണിക്കുക. പല ആളുകളും വലിയ പ്രശ്നത്തെ ഈഗോ, ഈ ബിസിനസ് പല ആൾക്കാരെയും തളർത്തുന്ന, പല ആൾക്കാരെയും ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ എന്താ പറയാ വിഷമാണ് ഈഗോ എന്ന് പറയുന്നത്. ഈ ഈഗോ ആർക്കൊക്കെ തലക്ക് കയറിയോ അവരൊക്കെ ഈ ബിസിനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കിറ്റ് ചെയ്ത് വിട്ടുപോകും, അത് എത്ര വലിയ ലീഡേഴ്സ് ആണെങ്കിലും. അപ്പോൾ ഈഗോ ഇല്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യാം. പ്രതിസന്ധികൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ അത്ര പ്രതിസന്ധികളൊന്നും ഒരു പക്ഷേ ഇതിലിരിക്കുന്ന ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും വലിയ പ്രതിസന്ധികളൊക്കെ ഞാൻ അനുഭവിച്ച് അതിൽ വന്നത്. ഇപ്പോഴും എല്ലാ പ്രതിസന്ധികളൊന്നും തരണം ചെയ്തിട്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു 1-2 വർഷം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ ഏത് പ്രതിസന്ധി കിടക്കും നമുക്ക് സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. നമ്മളെ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും എന്താ പറയാ അനാവശ്യമായിട്ട് വെറുതെ എന്നാ പൈസ കിട്ടും, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിന് അനാവശ്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞൊന്നും പ്രൊഡക്റ്റ് കൊടുക്കണ്ട. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തന്നെ നല്ല ബിസിനസ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല ടീം നമ്മളെ കൂടും വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്കാ തുടങ്ങിയതിൽ ഇന്ന് ടീമായി 10-12 ടീമായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ 3 ഡിസ്ട്രിബ്യൂഷൻ ID ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ID ഇതിലൂടെ ഇപ്പം നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തുന്നല്ല. അപ്പൊ അന്ന് ആദ്യത്തെ ID ഇന്ന് 2 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്ത്, ഇപ്പൊ ഏകദേശം 2.5 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്ത് നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിലാണ് ഫസ്റ്റ് ID നിൽക്കുന്നത്. രണ്ടാമത്തെ ID ഇന്ന് അതേപോലെ തന്നെ ഏകദേശം 1 കോടി മാച്ചിങ്ങിലേക്ക് എത്തിക്കൊണ്ട് റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിലാണ് രണ്ടാമത്തെ ID. മൂന്നാമത്തെ IDയും ഇതേപോലെ ഇന്ന് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിലാണ്. അങ്ങനെ 3 ID ഇന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. NTC ID ഒരു ID, RTC, മൂന്നാമത്തെ ID ഇന്ന് STC, ഇങ്ങനെ 3 ഡിസ്ട്രിബ്യൂഷൻ IDയോടെ ഇന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വരാൻ കാരണം കൃത്യമായിട്ട് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചും
അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇപ്പൊ നമ്മൾ വെറും അനുസരിക്കുന്ന ആളുകളായിട്ട് മാറില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിക്കണം. അതിന് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കാണിച്ചു തുടങ്ങാനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കാണിച്ചു തുടങ്ങേണ്ട സമയം കൂടിയാണ് ഇപ്പം. കാരണം ഡാറ്റ ഇൻഡസ്ട്രി അതിന്റെ എന്താണ് സുവർണ കാലഘട്ടത്തിൽ ബൂമിംഗ് സ്റ്റേജിലൊക്കെ ഉള്ളത്. 2025 വർഷം ഡാറ്റ സെല്ലിങ്ങിന്റെ ഏറ്റവും മികച്ച കാലഘട്ടമാണ്. നമ്മൾ മുമ്പേ കേട്ടു തുടങ്ങിയതാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ആ കാലഘട്ടം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇന്ന് ഗവൺമെന്റ്, എല്ലാ ഗവൺമെന്റും ഇപ്പൊ ഇത്രയും കാലം ആന്ധ്ര ഗവൺമെന്റ് നമുക്ക് അത്ര സപ്പോർട്ടിങ് അല്ല. പക്ഷെ ഇപ്പൊ ആന്ധ്ര ഗവൺമെന്റ് പോലും ഇപ്പൊ ഇതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ആന്ധ്രയിൽ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഓരോ ജില്ലയിലും 25 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഓഫീസ് ഉള്ളത്. അത് ഈ വർഷം അവസാനത്തോടു കൂടി അതൊരു 15 കിലോമീറ്റർ ചുറ്റളവിലേക്ക് മാറ്റാൻ പോവാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അടുത്ത 2 ഔട്ട്ലെറ്റ് വരാൻ പോകുന്നു. ഒന്ന് രാമനാട്ടുകരയിലും ഒന്ന് താമരശ്ശേരിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും നമ്മളെ പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ വരാൻ പോവാം. മലപ്പുറം ജില്ലയിലാണെങ്കിൽ കൊണ്ടോട്ടിയിലും അതേപോലെ തന്നെ പെരിന്തൽമണ്ണയിലും താമസിയാതെ തന്നെ ഔട്ട്ലെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഏരിയകളിലൊക്കെ തന്നെ പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ വരാൻ പോവാം. ആ സമയത്ത് നമുക്ക് കിട്ടിയ അവസരം പരമാവധി ആളുകൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരെ ആ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻകം വരുന്ന രീതിയിലേക്ക് നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനെ എല്ലാവരും ആത്മാർത്ഥമായിട്ട്, ഇപ്പം നമ്മളെ കമ്പനിയുടെ ടേൺ ഓവർ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2025 സമയത്ത് 65,000 കോടി ടേൺ ഓവർ 2025 അവസാനത്തിൽ എത്തുന്ന പറഞ്ഞത് ഈ ഡാറ്റ ഇൻഡസ്ട്രി ടേൺ ഓവർ. ഈ 2025 പകുതി ആവുന്ന സമയത്ത് തന്നെ 64,800 കോടി ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 65,000 കോടി ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 2025 അവസാനത്ത് എത്തേണ്ട ആവശ്യം വന്നില്ല. അപ്പൊ അത്രയും വലിയ രീതിയിൽ നമ്മളെ ബിസിനസ് ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻഡസ്ട്രിയിലേക്ക് ഒരുപാട് നമ്മളെ ഇന്ത്യയിലേക്ക് ഇനി ഒരുപാട് വലിയ കമ്പനികളൊക്കെ വരാൻ പോവാം. ആ സമയത്ത് ഇന്ന് ഏഷ്യയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിൽ കിട്ടിയ ആളുകളാണ്. ഏറ്റവും മികച്ച രീതിയിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താനും ഇതിലൂടെ വലിയ സ്വപ്നങ്ങൾ, ഒരു പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ സ്വപ്നങ്ങൾ കാണാൻ മടിക്കുന്നത് ആ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്യാനുള്ള ഇൻകം നമുക്കില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ നിങ്ങളൊരു 3-4 വർഷം, മാക്സിമം ഒരു 5 വർഷം, ഒരു 5 വർഷം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എവിടെയും ആധികാരികമായിട്ട് പറയുന്ന കാര്യം, ഒരു 4 മണിക്കൂർ ഡെയിലി മാറ്റി വെച്ചിട്ട്, ഡെയിലി നിങ്ങൾ 4 മണിക്കൂർ മാറ്റി വെച്ച് ഒരു 5 വർഷം ഈ ബിസിനസ്സിന്റെ കൂടെ നിങ്ങൾ ആത്മാർത്ഥം നിന്ന് കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആയിട്ട് ഒരു മാസം മിനിമം 1 ലക്ഷം രൂപ നമുക്ക് ഉണ്ടാക്കാം. മിനിമം ഏത് ചെറിയ സമയം വരെ മാറ്റി വെക്കുന്ന ആൾക്ക് പോലും ഒരു 4 മണിക്കൂർ ഈ ബിസിനസ്സിന് മാറ്റി വെച്ച് ഒരു 5 കൊല്ലം ഇതിന്റെ കൂടെ ആത്മാർത്ഥമായി നിന്ന് കഴിഞ്ഞാൽ മിനിമം 1 ലക്ഷം രൂപ മാസം ഉണ്ടാക്കാം. അതിൽ കൂടുതൽ ഇപ്പൊ 5 വർഷം കൊണ്ട്, ഇപ്പൊ ഈ ബിസിനസ് 10 വർഷം ചെയ്ത ഏത് ലീഡർ നോക്കി നിങ്ങൾ, 10 വർഷം ചെയ്ത് ഇന്ന് ഈ ബിസിനസ് 10 വർഷം ചെയ്ത ബെല്ലി സാർ മാസം മേടിക്കുന്ന 10 ലക്ഷത്തിന് മുകളിലല്ലേ? ഈ ബിസിനസ് 10 വർഷം ചെയ്ത സത്യമാഷ് ഒരു മാസം മേടിക്കുന്ന ഏകദേശം 15 ലക്ഷത്തിന് മുകളിലാണ്. ഈ ബിസിനസ് ഇപ്പം 10 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സോമകുമാർ സാറ് ഒരു മാസം മേടിക്കുന്ന 25 ലക്ഷത്തോളം ഇൻകമാണ്. പ്രസാദ് സാറ് 15 ലക്ഷം രൂപ ഇൻകം മേടിക്കുന്നു. നമ്മുടെ മുബീൻ മുഹമ്മദ് സാറ് ഇപ്പൊ 13 വർഷം 12 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു മാസം 50 ലക്ഷത്തിന് മുകളിൽ ഇൻകം മേടിക്കുന്നു. നമ്മുടെ ഡയമണ്ട് അനീഷ് സാറ് 10-30 ലക്ഷത്തിന് മുകളിൽ ഇൻകം മേടിക്കുന്നു. അപ്പൊ ഇവരൊക്കെ ഒരു 10 വർഷം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് മിനിമം 10 ലക്ഷം രൂപ ഇൻകം മേടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ അവരെടുത്ത് അത്ര എഫേർട്ട് നമുക്കുണ്ടോ? ഇപ്പൊ നമ്മുടെ പാതൊക്കെ സൂപ്പർ ഹൈവേ ആയി മാറിക്കഴിഞ്ഞു. നമ്മളെ ബിസിനസ് സൂപ്പർ ഹൈവേ ആയി മാറിക്കഴിഞ്ഞു. അവർ പോയ വഴിയിലൂടെ നമ്മൾ കയറി നിന്നാൽ മാത്രം മതി. അവർ 10 കൊല്ലം ഉണ്ടാക്കിയ കാര്യങ്ങൾ നമുക്ക് 4-5 വർഷം ഉണ്ടാക്കാൻ പറ്റും. അതിനെ ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കണം. നമുക്ക് വെറും ഇൻകം മാത്രമല്ല, നമുക്ക് സമൂഹത്തിന് നമുക്ക് കൊടുക്കുന്ന നന്മകൾ കൂടിയാണ്. നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് ഒരാൾക്ക് മുട്ടുവേന മാറി, ഒരാൾക്ക് ഒരു കുഞ്ഞുണ്ടായി, അല്ലെങ്കിൽ ഒരാൾക്ക് തൈറോയിഡ് മാറി, ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. അതിനേക്കാൾ വലിയ പുണ്യം വേറെ എന്താ? അപ്പം ആ രീതിയിൽ നമുക്ക് സമൂഹത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു നല്ല നന്മ കൂടിയാണ് ഈ ബിസിനസ് എന്ന് മനസ്സിലാക്കി എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സത്യസന്ധമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കണമെന്നും അതിലൂടെ വലിയ നേട്ടത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാമെന്നും അതിന് ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രവിച്ച എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് എന്റെ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.